السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽകോട്ടക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽകോട്ടക്ക് മുകളിലെ സിംഹഗർജനം. ഇസ്മൽ തരുമാ റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ഇസ്മൽ തരുമാ റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ബിസ്മി തുടങ്ങിടും ഹംദി പുകളുകൾ തുടങ്ങിടും ഞങ്ങൾ വീരപുലിയുടെ കൈടു നിവർത്തിടല. കഥയുടെ സാരവശങ്ങളും മോദി പറഞ്ഞ്, സാരവശങ്ങളും മോദി പറഞ്ഞ് സൊല്ലി സലാവത്തു നൽസല മോദിട ധീര വിരണം തെളിമ ചൊല്ലിടെ കഥ പറഞ്ഞിടട്ടെ, കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്, പാവനദീനിന്റെ പാരമ്പര്യം കൊണ്ട് മൂടിയണിഞ്ഞ ഭൂമിക. അവിടെ അൽസ് എന്ന ഗ്രാമനിവാസികൾ പുതിയൊരു പുലരിയെ വരവേൽക്കുന്ന തിരക്കിലാണ്. അകലെ ചക്രവാള സീമയിൽ എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ കുതിരപ്പുറത്ത് കുതിച്ചു വരുന്ന മനുഷ്യരൂപം ആൾക്കൂട്ടത്തിനടുത്തെത്തി. തൻ്റെ കുതിരക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൂതരായ റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് ധീരനാ ഫൈറൂസന്മാർക്ക് കത്തുമായി വന്നതാണ്. കൃത്രം ധരിഞ്ഞിടുന്ന അത്ഭുതം വിരഞ്ഞിടുന്ന ചുമർ പിന്നാലെ സുമവദനം ആ കൽബ് തൂകിടുന്നു. സൽവാർത്ത കേട്ട പാടേ ആ കൽബ് തൂകിടുന്നു. സൽവാർത്ത കേട്ട പാടേ തൽക്ഷണം പഠിച്ചിടേ നെഞ്ചുവപ്പാലേ പതനം താരകപ്പു കനിയോ വിടർത്തിടണേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. മുഹമ്മദ് നബിയുടെ ഭൃത്യനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഈ ഫൈറൂസുദ്ദി സലമ? അയാൾ ചോദിച്ചു. തള്ളം കെട്ടി നിൽക്കുന്ന മൂകതയ്ക്കിടയിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യ ദൃഢഗാതനുമായ ഒരു യുവകോമളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറോസ്, എന്തു വേണം? ആഗതൻ തൻ്റെ കയ്യിലുള്ള കത്തിനെ ഫൈറോസിന് കൈമാറി. ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറോസ് അത്ഭുതപരതന്ത്രനായി വിറക്കുന്ന കൈകളോടെ അദ്ദേഹം അകമൊന്ന് തുറന്നു വായിക്കുകയാണ്. ആറ്റൽ റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയതനിൻ സലാമലൈക്കും. ആറ്റൽ റസൂലിന്റെ റിസാലത്താണ് ഏറെ പ്രിയതനിൻ സലാമലൈക്കും. ദീനിൽ സലാമിനാൽ വധിച്ചിടണം ക്രൂരൻ അസ്വദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടണം. നാമം പുലർത്താനായി പുറപ്പെടണം. പ്രിയം നിറഞ്ഞ ഫൈറൂസുദ്ദി സലമക്ക് മദീനയിൽ നിന്നും മുഹമ്മദ് നബി അയക്കുന്നത് എന്തെന്നാൽ, അങ്ങേ ഞാൻ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസുദ്ദിയുടെ അനനാളങ്ങളിൽ 1000 അഗ്നിജ്വാലകൾ ഫണമുയർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വിതളമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതകളുടെ പര്യായം അസ്വദ് എന്ന മികച്ച രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഉള്ളടക്കം. എന്നാൽ എനിക്കതിന് സാധിക്കുമോ?
അസ്വദിന്റെ പരിവാരങ്ങളെ തകർത്തു കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കളയണം ഫൈറൂസ്, അതല്ലെങ്കിൽ താൻ എന്തിനാണ് മുസ്ലിമാണെന്ന് പറയണം. ഫൈറൂസുദ്ദിയുടെ എതിരാന്തരങ്ങളിൽ നിന്നുള്ള ഗർജനം അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അദ്ദേഹം കുതിക്കുകയാണ്. ആത്മധൈര്യം വെള്ളിവാക്കി നബി അവർ അടുത്തെ കേട്ടപാടെ ഫൈറൂസ് എന്ന കുതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിലും മികവിനായി കുതിച്ചാനെ. ആത്മധൈര്യം വെള്ളിവാക്കി നബി അവർ അടുത്തെ കേട്ടപാടെ ഫൈറൂസ് എന്ന കുതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിലും മികവിനായി കുതിച്ചാനെ. കൽവിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം. കൽവിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം. സബബൽ ഇഖ്തിദാരിയത്തുകൾ ഇസ്ലാമി തേടിടുന്നു റബ്ബിനാലെ റഹ്മാന. സബബൽ ഇഖ്തിദാരിയത്തുകൾ ഇസ്ലാമി തേടിടുന്നു റബ്ബിനാലെ റഹ്മാന. ഇലൈക നദൂ വൈദിയനാ ഇലൈക നഫ്രിസു വത്ഖിയനാ വഖിനാ മിൻ സുറൂരി ആദായിനാ വഖിനാ മിൻ സുറൂരി ആദായിനാ. ചികഞ്ഞു നിൽക്കുന്ന ഈന്തപ്പന തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽ പൂഞ്ഞകളെയും പിന്നിലാക്കി ഫൈറൂസുദ്ദീൻ സലമി കുതിക്കുകയാണ്. അസ്വദിന്റെ കൊട്ടാരത്തിന് മുന്നിലേക്ക് നമ്മുടെ കഥാനായകൻ കുതിച്ചു വരികയാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പരച്ചുംബി, ആർക്കും ഭേദിക്കാനാകാത്ത ചെങ്കൽ കൊട്ടാരം. മുന്നിൽ സുരക്ഷ ഉലാത്തുകയാണ് സർവായുധ സജ്ജരായ പാറാവുകാർ. ഇല്ല, ഇനി രക്ഷയില്ല. ഈ സുരക്ഷാ കവചം ഭേദിക്കാൻ സാധിക്കില്ല. രാത്രിയാവട്ടെ ഫൈറൂസുദ്ദീൻ സലമി കാത്തിരിക്കുകയാണ്. ആ ഇരുളിൽ പകർപ്പ് ആകെ പടർന്നേ തുടരതയിൽ അമിയോടിയെടുത്തേ. ഇരുളിൽ പകർപ്പ് ആകെ പടർന്നേ തുടരതയിൽ അമിയോടിയെടുത്ത് ചാടിയെടുത്തിടും കുത്തിയെടുത്തിടും അസ്വദിൻ ചേലകി ആകെ ചെല്ലുന്നേ. ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പാടെ ആറിടും അവർ. ഓടിടും ചിലർ ചാടിടും അവർ കണ്ട പാടെ ആറിടും അവർ.